അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ചേരണം. അതിനു വേണ്ടിയിട്ട് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സൽക്രമങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഉസ്താദ് വേടനെ സംബന്ധിച്ചിട്ടുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്ത് വേടനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തല്ലോ. അത് ഒരിക്കലും ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ വിഷമമുണ്ടതിൽ. പിന്നെ അത് റാപ്പ് സംഗീതത്തെ ഉസ്താദ് പ്രോത്സാഹിപ്പിക്കാൻ ആണുങ്ങളും പെണ്ണും സ്ത്രീകളും കൂടി ഇടകലർന്നു കൊണ്ടുള്ള ആ ഒരു ദിനം ഉസ്താദ് എന്ത് ചെയ്യാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് വേണ്ടില്ലായിരുന്നു, പിന്നെ അതൊക്കെ വലിയ പാപല്ലേ, അതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോഗ്യം നമ്മളോട് രേഖപ്പെടുത്തി. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, അവരോടൊന്നും എനിക്ക് 40,000 നന്മകൾ എഴുതപ്പെടും, 40,000 ഹസനത്തുകൾ എഴുതപ്പെടും. ആരും ബേജാറായിട്ട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഇത് പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പാടുണ്ടോ? മുത്തുനബി പറഞ്ഞതാണ്, മനസ്സിലാവുണ്ട. ഈ പ്രതിഫലം അള്ളാഹു തആല ഒരു ഓഫർ തരുമ്പോൾ ആ ഓഫർ മുത്തുനബി പറഞ്ഞു തരുമ്പോൾ മുത്തുനബിയിൽ നിന്നും അള്ളാഹിൽ നിന്നും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടും. താക്കോൽ, ആകാശഭൂമിയുള്ള താക്കോൽ അത് അവൻ്റെ കയ്യിലാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആകാശഭൂമികളുടെ ആ താക്കോൽ ഏതാ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇത് ചൊല്ലലാണ്. ഏതാണ്, ഏത് ദിക്റാണ് ആകാശഭൂമിയുടെ താക്കോൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയിനാ വ മൗലാനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ നബിയിനാ വ മൗലാനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അൽഹംദുലില്ലാഹ്. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മളിപ്പോൾ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലാണ് നിലകൊള്ളുന്നത്. ഈ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങൾ, ആ ദിനങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വളരെയധികം ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയുമുണ്ട് ദിവസങ്ങൾ. പറയാനുള്ളത്, നല്ലൊരു അവസരമാണ് ഈ അവസരം. അൽ ഫജ്ർ സൂറത്തിൽ അൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ 10 രാത്രികളെ 10 രാത്രികളെ സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞത് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 രാത്രികളാണ് എന്ന് മഹാന്മാർ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഹദീസുകളുടെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് മഹാന്മാർ ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ 9 രാത്രികൾ, പെരുന്നാൾ കൂടാതെയുള്ള ഈ 9 രാത്രികളിൽ അൽ ഫജ്ർ സൂറത്ത് ഓതുന്നത് വളരെ ഉത്തമമാണെന്നും പ്രതിഫലാർഹമാണെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഫക്കീറിന് പറയാനുള്ളത്, ഈ 10 ദിനങ്ങൾ, ഈ 10 രാത്രിയും പകലും രണ്ടും ഉത്തമമായതാണ്. ഒരാൾക്ക് അള്ളാഹുവുമായിട്ട് അടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അവരുടെ പാപങ്ങളെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് ഈ ദിനങ്ങൾ. ഇനി കുറച്ച് ദിനങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. തൗബയുടെ ദിനങ്ങൾ. അല്ലാഹു തആല തൗബ ചെയ്ത് മടങ്ങുന്നവരുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുന്നവരാണ്. ഈ ദിനങ്ങളെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം. അതായത് പാപങ്ങളിൽ വീണ്ടും വീണ്ടും അകപ്പെട്ടു പോകുന്നു. നേരെ ആവാൻ നല്ല ആഗ്രഹമുണ്ട്. പലരും പറയും, ഉസ്താദ് നേരാവാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്തു പോകുന്നു.
അതിലേക്ക് തന്നെ വീണ്ടും ആപ്പതിക്കുകയാണ്. അതിന് രക്ഷ നേടാനുള്ള മാർഗമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര ആഗ്രഹിച്ചാലും സാധിക്കുന്നില്ല. ഇങ്ങനെ കുറേ വിഷമങ്ങളുള്ളവരുണ്ട് അള്ളാന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക്. അവർക്കൊക്കെ അതിനെല്ലാം അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ദിനങ്ങളാണ്. ഈ ദിനങ്ങളിൽ ഇബാദത്തുകളിലായിട്ട് തന്നെ മുഴുകണം നമ്മൾ. ഇബാദത്തുകൾ ഒന്ന്, ഹദീസിലൊക്കെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഹദീസിന്റെ പ്രത്യേക പ്രയോഗമുണ്ട്. മൻ ആമന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടും അവസാന ദിനത്തിനെ കൊണ്ടും വിശ്വസിച്ചാൽ എന്ന്. അത് തന്നെ ഇവിടെയും പറയാനുള്ളത്. അതായത് അന്ത്യദിനത്തെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസമുള്ള ആളുകളോടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്. നമ്മളെ മരണശേഷം ഒരു ജീവിതം ഉണ്ടോയെന്നും അവിടെ അല്ലാഹു തആല നമ്മളുടെ സൽക്കർമ്മങ്ങളും നമ്മളെ ചെയ്തികളും മറ്റ് ചെയ്തികളും അല്ലാഹു തആല ഹിസാബ് ചെയ്യുമെന്നൊക്കെ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നല്ലവനാവാൻ, അതല്ലെങ്കിൽ അള്ളാഹു സ്വീകരിച്ച ഒരു വ്യക്തിയാവാൻ, അതുപോലെ തന്നെ കഴിഞ്ഞുപോയ പാപങ്ങളെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങാനും പിന്നീട് പാപം ചെയ്യാതെ ജീവിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന രാത്രികളും പകലുകളുമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളത്. നമ്മളിപ്പോൾ അതിലാണ് ഉള്ളത്. അൽഹംദുലില്ലാ, എനിക്ക് അള്ളാഹു താല പുറത്തു തരുമെന്നും എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ഈ ആൾക്ക് ആദ്യം ഉണ്ടാവണം. അള്ളാഹു താല എന്നെ വെറുതെ ആക്കില്ല, ഏത് പാപാണെങ്കിലും അള്ളാഹു താല എനിക്ക് പുറത്തു തരും എന്നുള്ള ആ ഉറപ്പ്. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും, ശിർക്കൊഴികെ എന്ന് പറഞ്ഞുണ്ട്. ഷിർക്കും ആ ഷിർക്കിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു കൊടുക്കും. ഷിർക്കോട് കൂടി മറ്റുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കില്ല. അള്ളാഹുൽ പങ്കു ചേർത്തിരിക്കെ അയാളുടെ മറ്റുള്ള പാപങ്ങളൊന്നും അള്ളാഹു താല തൗബ ചെയ്താൽ പോലും പുറത്തു കൊടുക്കില്ല. കാരണം എന്താ, ആദ്യം ഷിർക്കിൽ നിന്ന് ഒഴിവാകണം. ഷിർക്കിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ ആ ഷിർക്കും അല്ല പുറത്തു കൊടുക്കും. മനസ്സിലാവുണ്ട? അപ്പോൾ നല്ല ദൃഢനിശ്ചയം ഉണ്ടാവണം, ഇനി പാപം ചെയ്യാതെ ജീവിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞു പോയ പാപങ്ങളിൽ വളരെയധികം ഖേദം ഉണ്ടാവുക. എന്നിട്ട് അതിൽ നിന്ന് പടച്ചോനെ എനിക്ക് പുറത്തു തരണമേ, എൻ്റെ തൗബ ഖബൂലാക്കണേ. എല്ലാവർക്കുള്ള ഈ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. എത്ര നേരാവാൻ ഉദ്ദേശിക്കും, വീണ്ടും നമ്മൾ താഴെ വീഴുകയാണ്. അപ്പൊ അതിന് അള്ളാഹുവിൽ നിന്ന് ചോദിച്ച് വാങ്ങാനുള്ള രാത്രികളും പകലുമാണ്. സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള സമയമാണിത്. അതിനായിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ, ഇനി കുറച്ച് ദിവസമുള്ളൂ. ഈ കുറഞ്ഞ ദിവസങ്ങൾ അതിനായിട്ട് നമ്മൾ മുഴുകുക. ഒന്ന്, നമ്മൾ ഈ കുറഞ്ഞ ദിവസങ്ങളെ പാപങ്ങളിൽ നിന്നും നമ്മൾ ഓരോരുത്തർക്കും അറിയാം, ഓരോരുത്തരും നിലകൊള്ളുന്ന, അവർക്ക് കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പാപം എന്താണ്, ഏതൊന്നാണ് എന്നെ അള്ളാഹുവിനെ തൊട്ട് അകറ്റുന്നത്, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനെ തൊട്ട് എന്നെ തടയുന്ന പാപം ഏതൊക്കെയാണെന്ന് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായി പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും വ്യക്തിഗതമായി അവർക്ക് അറിയുന്ന കാര്യങ്ങൾ, അവർക്ക് അറിയുന്ന പാപങ്ങൾ, ആ പാപങ്ങളുടെ ഗൗരവം ആദ്യം മനസ്സിലാക്കണം. ഈ പാപത്തിന്റെ ഗൗരവം എന്താണ്, ഇതിന് അല്ലാഹു തആലയുടെ കോപം ഏത് വിധത്തിലാണ്, അവന്റെ ശിക്ഷ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹദാതാവായ, നമ്മളെ ദയാലുവായ, നമ്മളെല്ലാ നിലക്കും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്ന, നമ്മളോടും നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെ, ആ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അവൻ തന്നത് തിന്ന്, അവൻ കുടിപ്പിച്ചത് ഞാൻ കുടിച്ചു, അവൻ നൽകിയ വസ്ത്രം ധരിച്ചു, അവൻ നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുക, അവൻ്റെ നന്ദികേട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണമല്ലോ, അതിയായ ആഗ്രഹം ഉണ്ടാവണതിന്. എന്നിട്ട് എന്താ വേണ്ടത്, ഈ പാപം, നമ്മൾ ഉദ്ദേശിച്ച പാപങ്ങളിൽ നിന്ന് ഈ ഒരു ദിവസമെങ്കിലും എനിക്ക് മാറണം എന്നുള്ള ഉറപ്പിൽ അതിൽ നിന്ന് മാറാൻ പരിശ്രമിക്കണം. ഈ ദിവസമെങ്കിലും
ഈ ദിവസങ്ങളിലെങ്കിലും മാറാൻ പരിശ്രമിക്കുക. എന്നിട്ട് സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. പാപങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്, അതിനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ചേരണം. അതിനു വേണ്ടിയിട്ട് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സൽക്രമങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനാണ് വീഡിയോയിൽ വന്നത്. ആ സൽക്രമങ്ങൾ ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുന്ന വിധത്തിൽ പാപങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സൽക്കർമ്മം ചെയ്യുന്നവർക്ക് തന്നെ കൂടുതൽ സൽക്കർമ്മം ചെയ്യാൻ സാധിക്കാത്തവരുണ്ടാകാം. ഉദാഹരണമായിട്ട് തഹജ്ജുദ് നിസ്കാരം, അതിങ്ങോട്ട് ആയി കിട്ടുന്നില്ല, വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷേ ആണ്ട് എഴുന്നേറ്റ് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്കും എല്ലാവർക്കും ഈ ഇങ്ങനെയുള്ള ചില സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ മാസം, ഈ മാസത്തിൽ ദുആ അള്ളാഹ് ഖബൂലൊക്കെ ചെയ്യുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. 2-3 നിബന്ധനകളുണ്ട്. മാതാപിതാക്കളോടൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിപ്പിക്കുക, അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. അതുപോലെ തന്നെ ഇണകളോട്, സ്വന്തം ഇണ, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, അതുപോലെ തന്നെ മറ്റുള്ള അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളെ, അടിമകൾ, പണ്ഡിതന്മാർ, ഇവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, അവരടുക്കൽ പോയി പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റുന്നവരെ പൊരുത്തപ്പെടിപ്പിക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, നല്ലവണ്ണം ദുആ ചെയ്യുക. അവരുടെ ഖൈറിനും ബർക്കത്തിനും ദുനിയാവിലും ആഖിറത്തിലുള്ള ഇസ്സത്തിനും വിജയകരമായ ജീവിതത്തിനും വേണ്ടി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവർ ഇനി അങ്ങനെ ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം ചെയ്യുകയും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൽക്കർമ്മങ്ങൾ ചെയ്യും. പാപങ്ങളെ തൊട്ട് എങ്ങനെയായാലും നമ്മൾ ഒഴിഞ്ഞിക്കണം. പാപങ്ങളെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മയത് എൻ്റെ പ്രിയമുള്ളവരുടെ മുന്നിൽ വെക്കുകയാണ്. അതായത് എന്നോട് പല ആളുകളും എന്നോടിപ്പോൾ അലോഗ്യത്തിലാണ്, നമ്മുടെ സമുദായത്തിലുള്ള പല ആളുകളും അലോഗ്യത്തിലാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉസ്താദിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല, ഉസ്താദ് വേടനെ സംബന്ധിച്ചിട്ടുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്ത് വേടനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തല്ലോ, അത് ഒരിക്കലും ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ വിഷമമുണ്ടതിൽ. പിന്നെ അത് റാപ്പ് സംഗീതത്തെ ഉസ്താദ് പ്രോത്സാഹിപ്പിക്കാൻ ആണുങ്ങളും പെണ്ണും സ്ത്രീകളും കൂടി ഇടകലർന്നു കൊണ്ടുള്ള ആ ഒരു ദിനം ഉസ്താദ് എന്ത് ചെയ്യാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് വേണ്ടില്ലായിരുന്നു, പിന്നെ അതൊക്കെ വലിയ പാപല്ലേ, അതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോഗ്യം നമ്മളോട് രേഖപ്പെടുത്തി. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത്, അവരോടൊന്നും എനിക്ക് എന്തില്ല, ദേഷ്യമൊന്നുമില്ല. ചിലർ റിമൂവ് ചെയ്ത് അതിലും വിഷമം, നമ്മളെ തന്നെ റിമൂവ് ചെയ്തു, അങ്ങനെയല്ല. അത് നിങ്ങളോട് വിഷമം ഉണ്ടായിട്ടല്ല, അത് നിങ്ങളുടെ ചില കമൻറ്റുകൾക്ക് അവിടെ വിശദമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മറുപടി കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നം. ഇനി മറുപടി കൊടുത്താൽ അപ്പം അതിന് കുറേ ആളുകൾക്ക് വീണ്ടും പുതിയ കമൻറ്റുകൾ വരും. ഒന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ ആ ചാനൽ തന്നെ കാണാതിരുന്നാൽ പിന്നെ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. കാരണം വിശദീകരണം ചിലപ്പോഴൊന്നും യൂട്യൂബിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, മനസ്സിലാവും. അത് വേടൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ റാപ്പ് സംഗീതത്തിനെ പ്രോത്സാഹിപ്പിച്ചതല്ല, അങ്ങനല്ല. അതിപ്പോൾ ഞാൻ അവിടെ പറഞ്ഞില്ലെങ്കിലും അവരവരുടെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ അതിനല്ല പ്രോത്സാഹിപ്പിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ, നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇസ്ലാമിൻ്റെ, അതായത് ആത്മീയ പഠന മേഖലയിൽ ആ ലേബിളിൽ, അതൊരു മുസ്ലിം എന്നുള്ള ലേബിളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് പൊതുജനങ്ങളെ മുന്നിൽ ചില കാര്യങ്ങൾ സമർത്ഥിക്കാൻ ഒരു പരിധിയുണ്ട്. മാത്രമല്ല, നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടും. മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പൊതുസമൂഹത്തിൽ അത് എത്ര കണ്ട് എത്തും എന്നും അറിയില്ല. മാത്രമല്ല, അത് ഉൾക്കൊണ്ടോളണമെന്നുമില്ല. കാരണം നമ്മൾ പ്രത്യേക ലേബലിൽ അറിയപ്പെടുന്നവരാണ്, മതത്തിൻ്റെ ലേബലിൽ, മതത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ അറിയപ്പെടുന്നവരാണ്. എന്നാൽ വേടൻ അങ്ങനല്ല. വേടൻ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. നമ്മൾക്ക് സംസാരിക്കാൻ പറ്റാത്ത, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത, ജനങ്ങൾക്ക് വന്ന ചില തെറ്റിദ്ധാരണകളെ തീർത്തു കൊടുക്കാൻ വേടന് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി.
അതായത് ചില സത്യങ്ങളെ പൊതുജനം അസത്യമായിട്ട് മനസ്സിലാക്കി, ചില അസത്യങ്ങളെ പൊതുജനം സത്യമാക്കി മനസ്സിലാക്കി. അത് അവരിലേക്ക് വേറെ ചില ആളുകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം കാരണത്താൽ അവർക്ക് ഉണ്ടായ കാര്യങ്ങളാണ്. ഇതിനെ ശരിക്ക് നമ്മൾക്ക് തിരുത്തി കൊടുക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് വേടനെ പോലെയുള്ള ആളുകൾ അവർ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ അസത്യത്തെ, ഈ തെറ്റിദ്ധാരണകളെ തിരുത്താൻ പരിശ്രമിക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല പലർക്കും ഗുണം ചെയ്യും. അതായത് നമ്മളത് കുറഞ്ഞ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. മനസ്സിലാവുന്നു. ഇവിടെ ഇന്ന് ഭാരതത്തിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ചില പ്രത്യേക ആളുകളെ തെരഞ്ഞുപിടിച്ച്, ചില പ്രത്യേക സംഘങ്ങളെ തെരഞ്ഞുപിടിച്ച് ചില പ്രത്യേക ആളുകൾ, ചില പ്രത്യേക സംഘങ്ങൾ ആക്രമിക്കുകയും അവരെ നിന്ദിക്കുകയും അവരുടെ അവകാശങ്ങൾ ഈ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും അവരുടെ ശബ്ദത്തെ തന്നെ നിശ്ചലമാക്കുകയും ചെയ്യുന്ന, അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും നമുക്കറിയണ കാര്യങ്ങളല്ലേ ഈ വിഷയങ്ങളൊക്കെ. അതെല്ലാം അതൊരു നല്ല കാര്യമായിട്ടും അതൊക്കെ വേണ്ടത് തന്നെയാണ് എന്നും ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അതല്ല സത്യം, ഇന്നതാണ് സത്യം എന്ന് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് അതിന് സാധിക്കുമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അതിന് സാധിക്കുമെങ്കിൽ അത് പ്രോത്സാഹനം ചെയ്യൽ, അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യൽ, എനിക്ക് പറ്റുന്ന കാര്യം ഞാൻ ചെയ്തു എന്ന് മാത്രമേ. കാരണം അദ്ദേഹത്തിൻ്റെ കവിതകൾക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ജനങ്ങൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ മനസ്സുകളിലേക്ക് തുളഞ്ഞു കയറാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏത് സംഗീതത്തിന്റെ പേരിലായാലും ശരി, അദ്ദേഹത്തിൽ നിന്നും ഒരു ചില നമുക്ക് ഗുണം ഉണ്ടാകുന്ന, നമ്മുടെ സമുദായത്തിന് മാത്രമല്ല ഇവിടെ ഇവിടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്കെല്ലാം, ആ സമൂഹങ്ങൾക്കെല്ലാം ഗുണമുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. എന്താ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? എല്ലായിടത്തും നിറത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പേരിൽ, അല്ലെ, കയ്യുക്കുള്ളോം കാരക്കാരൻ എന്നുള്ള നിലക്ക് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഒരാൾക്കും ധൈര്യമില്ലാതെ വരുമ്പോൾ അതിനെ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് അതിനെ എത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പാട്ടിലൂടെയായാലും കവിതയിലൂടെയായാലും വാക്കുകളിലൂടെയായാലും അദ്ദേഹത്തിന്റെ ചലനങ്ങളിലൂടെയായാലും അങ്ങനെയുള്ള ഒരു കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം ഇനിയും പാടണം. ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ, ആളുകൾക്കിടയിൽ ഇതിനെന്ത് ചെയ്യട്ടെ, ഈ ഒരു അനീതിക്കെതിരെയും ഈ നീതി നിഷേധത്തിനെതിരെയും ജനങ്ങൾ എല്ലാവർക്കും അതിന് പ്രതിഷേധിക്കാനും അതിനെ പ്രതികരിക്കാനുമുള്ള ഒരു പ്രവണത ജനങ്ങളിൽ ഉണ്ടാവട്ടെ. മാത്രമല്ല ഈ ആളുകൾ, ഈ ഇങ്ങനെ ചെയ്യുന്ന ഈ അക്രമകാരികളായ ആളുകൾ അവരെന്തു ചെയ്യും? അവർ പത്തി മടക്കേണ്ടി വരും. ജനങ്ങൾ അവർക്കെതിരെ തിരിയും. എന്തിനെതിരെ? സത്യത്തിനെതിരല്ല, അവരുടെ അക്രമത്തിനെതിരെ, അവരുടെ അനീതിക്കെതിരെ, അവരുടെ ഈ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന, ക്രൂരമായി പീഡിപ്പിക്കുന്ന, സ്വത്തുക്കളും സമ്പത്തുകളും ഒക്കെ ചുട്ടരിക്കുന്ന ഈ ഒരു മോശം പ്രവണതക്കെതിരെ ജനങ്ങൾ രംഗത്ത് വരാൻ തുടങ്ങും. ഒന്നുമില്ലെങ്കിൽ അവരെ ഒതുങ്ങിക്കൂടും. മനസ്സിലാവുന്നുണ്ട്? ജനങ്ങൾ അറിയട്ടെ, ജനങ്ങൾ കവിതകളിലൂടെ ആണെങ്കിൽ കാര്യങ്ങൾ അറിയട്ടെ. ഇതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനാണ് ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നുണ്ട്. നമ്മളെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കുറഞ്ഞ വ്യൂസ്. അപ്പം അതൊക്കെ ഒരു 3000 വ്യൂസ് ആവണേ ഉള്ളൂ. എന്നാലും വേണ്ടില്ല, ഉള്ളത് എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ കാര്യത്തെ, അദ്ദേഹത്തിന്റെ മഹത്തായ ധൈര്യത്തോടും കൂടി, ആരെയും പേടിക്കാതെ ഒരു 30 വയസ്സുള്ള ഒരു യുവാവ് അങ്ങനെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പ്രശംസിക്കണം അദ്ദേഹത്തെ, അഭിനന്ദിക്കണം അദ്ദേഹത്തെ. അദ്ദേഹം ഇനിയും പാടട്ടെ. ജനങ്ങൾ ആ ഒരു വിഷയമാണ് ഞാൻ എന്ത് ചെയ്തത്,
അവിടെ സ്ട്രെസ് ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനത്. അല്ലാതെ നമ്മുടെ സമുദായത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടെ നമ്മുടെ സമുദായം മാത്രമൊന്നല്ല, മനസ്സിലാവുണ്ടോ? ഇഷ്ടംപോലെ ആളുകൾ ഇതേപോലെ പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതൊരു സന്തോഷമാണ്. എന്ത്, ഇദ്ദേഹത്തിന്റെ ഈ അരങ്ങേറ്റം, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അല്ലാതെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞാണ് എന്ത്, തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മക്കും തെക്കുവക്കും വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം സഹായിക്കണം. അപ്പൊ ഇതൊരു നന്മയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സംഗീതം, റാപ്പ് സംഗീതം എന്നുള്ളതല്ല. അത് നല്ലതാണോ ചീത്തതാണോ അത് വേറെ വിഷയം, അത് വേറെ ചർച്ച. ഇവിടെ അതല്ല ചർച്ച. അദ്ദേഹത്തിന്റെ ലക്ഷ്യം, വേടന്റെ ലക്ഷ്യം, അതുപോലെ തന്നെ വേടന്റെ ആശയം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതൊരു സത്യമാണ്. അത് നമുക്കും എല്ലാവർക്കും എല്ലാ ആളുകൾക്കും അത് ഉപകരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? സഹകരിക്കും. അത്രയേ ഉള്ളൂ. അല്ലാഹു തആല സത്യത്തിന് മേൽ നിലകൊള്ളുന്നവരെല്ലാം ഉയർത്തട്ടെ. അസത്യത്തിന്റെ ആളുകളുടെ അവർക്ക് സത്യത്തിലേക്ക് വരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിന് ദുആ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ളവരെ, സൽക്രമങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹു തആല ഖബൂൽ ചെയ്യും. മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ മാസത്തെ ആദരിക്കുന്നവർ അള്ളാഹു ആദരിക്കും. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനോട് ആദരിച്ചതാണ് ഈ 10 ദിനങ്ങളെ. പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് വലയാലിന അശ്ർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദിനങ്ങൾ ആദരിച്ചു. അതുകൊണ്ട് തന്നെ അതിനെ ആദരിക്കുന്നവർ അള്ളാഹു ആദരിക്കും. നല്ല ദിനങ്ങളാണ്. അപ്പോൾ ആ ദിനങ്ങളിൽ നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ചില സൽക്കർമ്മങ്ങൾ പറയാനാണ് വന്നത്. അത് സാധിക്കുന്നവരൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാനുള്ളത്. അത് ചെയ്താൽ നല്ലതാണ്. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പ്രതിഫലമുള്ള എന്നാൽ കുറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായിട്ട് നമ്മൾ സാധിക്കുന്നവർ, നിർബന്ധമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ നന്നാവണില്ല. ഹൃദയം ശുദ്ധിയാവണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ളുഹാ നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അത് സാധിച്ച് കിട്ടണില്ല. പരിശുദ്ധ ഖുർആൻ നല്ലവണ്ണം ഓതണം എന്ന് ആഗ്രഹിക്കുന്നു, അത് സാധിച്ച് കിട്ടണില്ല. ഇതിനെന്താണ് പരിഹാരം? അതിന് പരിഹാരം എനിക്ക് പറയാനുള്ളത്, നമ്മളെ പടച്ച തമ്പുരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകണം. അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നൽകാതെ നമുക്കതിനൊന്നും സാധ്യമല്ല. അപ്പൊ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങാൻ പറ്റി അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്ത് കണ്ട് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. അങ്ങനെയാണല്ലോ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യൽ. നമ്മൾക്ക് ഒരാളെടുത്തുനിന്ന് ഒരു കാര്യം നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യണം. നമുക്ക് ഒരാളെടുത്തുനിന്ന് ഒരു കാര്യം സാധിക്കണം. അങ്ങനെ അയാൾ മൂപ്പര് നമ്മളെ കണ്ടപ്പോൾ അയാൾ സലാം ചെല്ലുമ്പോൾ സലാമൊന്നും മടക്കിയില്ല, അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മൾ ഒരു പുഞ്ചിരി പോലും നിൽക്കാതെ ഭയങ്കര മസിലൊക്കെ പിടിച്ചിങ്ങനെ നിന്നാ പിന്നെ അയാളെടുത്ത് പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതേ സ്ഥാനത്ത് ആളോട് നമ്മൾ കണ്ടപാടനെ പുഞ്ചിരിച്ചിട്ടും സലാം പറഞ്ഞിട്ടും അല്ലെ സലാം പറഞ്ഞാൽ മടക്കിയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം നമ്മൾ പറയുന്നതിന് എന്തുണ്ട്? കുറച്ചൊരു സാധ്യതകളുണ്ട്. ഞാൻ സൃഷ്ടികളോട് സൃഷ്ടാവായ അള്ളാഹുവിനെ ഉപമിക്കല്ല, എന്നാൽ ഇതൊരു സത്യമാണ്. അള്ളാഹുവിന് ആദ്യം തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിന് ആദ്യം വേണ്ടതുണ്ട്, അള്ളാഹു ആദ്യം ഇത് എന്തുകൊണ്ട് തൃപ്തിപ്പെടണമെങ്കിൽ ആദ്യം കഴിഞ്ഞു പോയ നമ്മളുടെ ഇന്നലകളിൽ നമ്മൾക്ക് വന്ന തെറ്റുകൾ, അത് തെറ്റായിട്ട് നമ്മൾ അംഗീകരിക്കണം. തെറ്റായിട്ട് അംഗീകരിക്കും, ആ പാപത്തിൽ അംഗീകരിക്കും. ആ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുന്ന ആഗ്രഹം അതിയായി ഉണ്ടാവുകയും എന്നിട്ട് എന്ത് ചെയ്യാം? തൗബ ചെയ്ത് മടങ്ങും. അള്ളാഹുവെ എനിക്ക് പുറത്തു തട്ടറബേ, എൻ്റെ ഇന്നലകളിൽ അള്ളാഹുവെ എനിക്ക് ഞാൻ എൻ്റെ നഫ്സിനെ അക്രമം പ്രവർത്തിച്ചു പോയി റബ്ബേ, ഇന്ന പാപത്തിന് അടിമപ്പെട്ടു പോയി റബ്ബേ, അള്ളാഹുവെ എന്നെ രക്ഷപ്പെടുത്തണമേ റബ്ബേ, അതിൽ ഞാൻ വളരെയധികം ഖേദിക്കുന്നു അള്ളാഹുവെ, എന്നെ ഇതിൽ രക്ഷപ്പെടുത്തണമേ അള്ളാഹ്. ഇനി മുതൽ ഞാൻ അള്ളാഹു അത് ചെയ്യുകയില്ലാത്തതിന് നിന്നെ കൊണ്ട് ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു റബ്ബേ, നിന്നെ കണ്ടുകൊണ്ട് നീ എന്നെ സഹായിക്കുമെന്ന ഉറപ്പിൽ ഞാൻ അള്ളാഹു ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു അള്ളാഹു. ഞാനിത് ആ പാപത്തിന് തൗബ ചെയ്ത് മടങ്ങുന്നു, ഖേദിച്ച് പശ്ചാത്തപിച്ച് നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു, നിന്നോട് പൊറുക്കലും തേടുന്നു അള്ളാഹുവെ. നീ തമ്പുരാൻ ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണമേ, നിന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് സഹായിക്കണമേ, നിന്റെ ഭാഗത്ത് സഹായികളെ എനിക്ക് ആ വിഷയത്തിൽ നൽകണമേ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു ദുആ ഉണ്ട്. അത് 5 വക്തിലും ദുആ നല്ലതാണ്, അത് പഠിച്ചു വെക്കുന്നതും നല്ലതാണ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് എന്നവർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ നിവേദനം ചെയ്തിട്ടുണ്ട്.
എന്താണ് ഹദീസ്? ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. മുആദ് റളിയല്ലാഹുനോട് അള്ളാഹിന്റെ റസൂൽ ഒരിക്കൽ ഇങ്ങനെ കൂടെ ഉണ്ടാവുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുആദ്, അള്ളാഹുവിനെ തന്നെ സത്യം, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ചില ആൾക്കാർക്ക് ഉണ്ട്, ഇന്നത്തെ കാലത്ത് അങ്ങനെ ആയിപ്പോയിട്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പാപം പോലെ, എന്തോ പാപം പോലെയാണ് ആൾക്കാർ മനസ്സിലാക്കുക. അങ്ങനെയൊന്നുമല്ല. കാരണം ആൾക്കാർക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള ആ ഒരു ഇതേ അറിയുള്ളൂ, അതിനെ സ്നേഹം എന്ന് പറയുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുക. ശരിയാണ്, ഇന്നത്തെ കാലം അങ്ങനെ ലൈംഗിക താല്പര്യത്തിനാണ് സ്നേഹിക്കുക. അങ്ങനെയല്ല, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പലത് കണ്ടാലും നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നും, അയാളുടെ ഗുണങ്ങൾ കണ്ടാൽ ഇഷ്ടം തോന്നും, പലത് കണ്ടാൽ ഇഷ്ടം തോന്നും. അല്ലാണ്ട് റസൂൽ നിങ്ങൾക്ക് ഒരാളോ സ്നേഹമുണ്ട് അയാളോട് പറയണം. അതുകൊണ്ട് പെൺപിള്ളേർ പോയിട്ട് ആൺപിള്ളേരോടും, ആൺപിള്ളേർ പോയിട്ട് അന്യ സ്ത്രീകളോട് പെൺപിള്ളേരോടും പോയിട്ട് ഐ ലവ് യു പറയാനാ, ഇനി ഹുബ്ബുക്കി എന്നൊന്നും പറയാനല്ല. അതല്ല, ഹറാമായ നിലക്കല്ല. ഒരു പുരുഷൻ ഒരു പുരുഷനോട്, ഒരു ഉസ്താദ് ഒരു ശിഷ്യനോട്, ഒരു ശിഷ്യൻ ഒരു ഉസ്താദിനോട്, ഒരു കൂട്ടുകാരൻ അവൻ്റെ കൂട്ടുകാരനോട്, ഒരു കൂട്ടുകാരി അവളുടെ കൂട്ടുകാരിയോട്, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട്, എന്തിന്? അവളിലുള്ള അള്ളാഹുവിനോട് ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ കണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങൾ കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ പറയണം. എന്താണ്? നിങ്ങളോട് എനിക്ക് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പറയണം. നല്ലതാണ്. അള്ളാഹിന്റെ റസൂല് പറയാണ്, മുആദേ, ഞാൻ അള്ളാഹുവിനെ തന്നെ സത്യം നിങ്ങളെ ഞാൻ സ്നേഹിക്കും. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇത് പതിവാക്കണം. മറ്റൊരു ഇതിൽ പറയണത്, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ 5 വഖ്തിലും, എല്ലാ നിസ്കാര ശേഷവും എന്ന് പറഞ്ഞതായിട്ട് ഉണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. ഏതായാലും നല്ലതാണ്, 5 വഖ്തിലും നമ്മളത് ദുആ ചെയ്യണം. 5 വഖ്തിൽ എന്നുള്ള ഇടക്കൊക്കെ ദുആ എടുക്കുക. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നീ എനിക്ക് നിന്നെ ഓർക്കുവാനും, നിന്നെ സ്മരിക്കുവാനും, നിനക്ക് നന്ദി ചെയ്യുവാനും, നിനക്ക് നല്ലവണ്ണം ഇബാദത്ത് ചെയ്യുവാനും ആരാധിക്കുവാനുമുള്ള തൗഫീഖ് എനിക്ക് നൽകണമേ, എന്നെ നീ അനുഗ്രഹിക്കുക അതിന് എന്ന് മുആദേ നീ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു റസൂൽ സ്നേഹിച്ചപ്പോൾ, സ്നേഹം വന്നപ്പോൾ എന്താ പറഞ്ഞു കൊടുത്ത്? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മൾ സ്നേഹിതന്മാരോട് പറഞ്ഞു കൊടുക്കണം. നമ്മളെ സ്നേഹിതന്മാരോട് അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കണം, നമ്മളിലേക്ക് അടുപ്പിക്കുന്ന കാര്യമല്ല. അവർക്ക് നമ്മളെ സ്നേഹിച്ചത് കാരണം, നമ്മൾ കൂടെ ആയത് കാരണത്താൽ അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം നാളെ ആഖിറത്തിലേക്ക്. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു കഴിഞ്ഞാൽ അർശന തണലിട്ടു എന്നാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ദുആ നല്ലതാണ്. മലയാളത്തിൽ ദുആ ഇരുന്നാലും മതി. അള്ളാഹുവേ, നിന്നെ ധാരാളം ഓർക്കുവാൻ, നിനക്ക് നന്ദി ചെയ്യുവാനും, നിനക്ക് നല്ലവണ്ണം ശരിയാം വണ്ണം നീ തൃപ്തിപ്പെട്ട നിലയിലേക്ക് നിനക്ക് ഈ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ മാസത്തിൽ പ്രത്യേകം ദുആ ചെയ്യണം എൻ്റെ പ്രിയമുള്ളവരെ. അത് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള നല്ല നല്ല ഇബാദത്തുകൾ ചെയ്തിട്ടാണെങ്കിൽ വളരെ നല്ലത് തന്നെ. തഹജ്ജുദ് നിസ്കരിക്കാൻ പരിശ്രമിക്കുക, ആഗ്രഹമുള്ളവർ, അല്ലാത്തവർ പരിശ്രമിക്കണം. എല്ലാം ഇത് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടാവണുള്ളൂ. ആഗ്രഹമില്ലാതെ വെറുതെ ദുആർക്കരുത് കിട്ടും, അതൊരു കളിയാക്കലാണ്. നിങ്ങളുള്ളിൽ ആഗ്രഹം ഉണ്ടാവണം. അവരോടാണ് ഈ പറയുന്നത്, എനിക്ക് നന്നാവണം, എനിക്ക് മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. ഈമാൻ ഇല്ലാത്ത മരണത്തെ തൊട്ട് ഞാൻ അള്ളാഹുൽ അഭയം തേടുന്നു, എനിക്ക് ഈമാനോടുകൂടി മരിക്കണം. എനിക്ക് നാളെ അള്ളാഹിൻ്റെ അടുക്കൽ ചെന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് അള്ളാഹിൻ്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടണം, അള്ളാഹു എന്നെ സ്നേഹിക്കണം, അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നാളെ മഹ്ശറിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുക. മനസ്സിലാവുണ്ടോ? അവിടെ നരകത്തിൽ പോയിട്ട് സ്വർഗത്തിൽ പോകുന്ന ആ അവസ്ഥ എനിക്ക് ഉണ്ടാവരുത്, നേരെ സ്വർഗത്തിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് മിസാവില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ഒരവസ്ഥ അവിടെ ഔദാര്യമായിട്ട് എനിക്ക് തരണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഒന്ന് പരിശ്രമിക്കുക. ഈ കുറഞ്ഞ ദിവസമെങ്കിലും ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ നോക്കും. എന്താണെന്ന് അറിയാം ഞാൻ അങ്ങനെ പറയാൻ കാരണം, കുറഞ്ഞ ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ കുറഞ്ഞ ദിവസങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ആ പ്രത്യേകമായ സമയത്തും പ്രത്യേകമായ ഈ ഔറാദുകൾ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അത് അള്ളാഹ് കബൂൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നടത്താൻ പറ്റും. കാരണം ഒരു വിഷയത്തിൽ അള്ളാഹ് നമ്മൾക്ക് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമാവുമെന്ന് മാത്രമല്ല, അതിന് കമ്പാവും, അതൊരു വിഷമം തോന്നില്ല. ഇപ്പൊ നമ്മൾക്ക് അതൊക്കെ ഒരു വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അത് തൗഫീഖ് ചെയ്ത് അതായിരിക്കും എളുപ്പം. മാത്രമല്ല അത് വലിയ ഇഷ്ടമായി മാറും, അതിന് വലിയ കമ്പായിരിക്കും. ചെയ്യണം എന്നുള്ള ആഗ്രഹം അതൊരു ഭാരമായിട്ട് മാറും. അത് ചെയ്തില്ലെങ്കിൽ ആ പ്രയാസം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ പരിശ്രമിച്ചിട്ടും ആവണില്ല ഒരാൾക്ക് തഹജ്ജുദിനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ വേറെ ലുഹാര നേരത്തെ സുന്നത്ത് നിസ്കരിക്കുക, ലുഹാ സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇഷ്റാഖ് നിസ്കരിക്കുക, പിന്നെ അല്ലെങ്കിൽ വേറെ ലുഹറിന് മുന്നുള്ള 4 റക്അത്ത് നിസ്കരിക്കുക.
ലോഹറിന് ശേഷമുള്ള നാൾ, അതായത് സാധാരണക്കാൽ പതിവിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുമ്പോൾ ഒരു മടി വരൂട്ടാ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാത്തവർക്ക് ഒരു മടി വരുന്നാലും ഇൻ്റെ ആഖിറാവില്ല ആലോചിക്കും. നാളെ മരണശേഷമുള്ള ജീവിതം ആലോചിച്ചിട്ട് എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം അള്ളാഹിൻ്റെ അടുക്കൽ അടുക്കാനും അവൻ എൻ്റെ ദുആ സ്വീകരിക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ നിസ്കരിക്കുക. എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുക, അള്ളാഹുവേ എനിക്ക് തഹജ്ജുദിന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റണില്ല റബ്ബേ, നീ എനിക്കത് എളുപ്പമായി കാട്ട്, എനിക്ക് തൗഫീഖ് നൽകണേ എന്നിങ്ങനെ ദുആ ഇറക്കുക. കിടക്കാൻ നേരത്തും ഉറങ്ങാൻ നേരത്തും അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ എന്നെ നാളെ തഹജ്ജുദിന് എണീപ്പിക്കണേ, എനിക്ക് നീ തൗഫീഖ് നൽകണേ, നീ തൃപ്തിപ്പെട്ട നിലയിൽ തഹജ്ജുദ് നിസ്കരിക്കാനും മറ്റും എനിക്ക് ഈ തൗഫീഖ് നൽകണേ, നീ എന്നെ സഹായിക്കണമേ അള്ളാഹ് എന്നൊക്കെ ദ്വാരക്കുമ്പോൾ അങ്ങനെ അള്ളാഹിനോട് ശാഠ്യം പിടിക്കുക. എന്ത് നല്ല കാര്യത്തിന് ശാഠ്യം പിടിച്ചാൽ ദുനിയാവിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ചോദിക്കാനുള്ളൂ. അത് ശാഠ്യം പിടിച്ചിട്ട് ഉറങ്ങുക, എന്നിട്ട് അലാറം വെച്ച് ഉറങ്ങി എഴുന്നേറ്റാൽ പിന്നെ ഈ ഇതൊക്കെ ഓർമ്മ അള്ളാഹിനോട് ദ്വാരുന്നതും ആ ആഗ്രഹമൊക്കെ ഓർമ്മിച്ച് അങ്ങോട്ട് പെടഞ്ഞ് എഴുന്നേറ്റ് അള്ളാഹ് തൗഫീഖ് ചെയ്യും പിന്നെ എളുപ്പം. ഇതേപോലെ നിങ്ങളുടെ ഏതെല്ലാം ന്യൂനതകൾ നമ്മൾക്കുണ്ട്, ഏതെല്ലാം തെറ്റുകളാണ് നമ്മളിലുള്ളത്, ആ തെറ്റുകളിൽ നിന്ന് മാറിക്കിട്ടാനും ആ തെറ്റുകളെ ഉപേക്ഷിക്കുവാനും ആ പാപങ്ങളിൽ നിന്നൊരു മോചനം കിട്ടാനും അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹിനെ വിടാതെ ദുആർക്ക് റഹ്മാനായ റബ്ബ്, റഹീമായ അള്ളാഹ്, നമ്മുടെ റബ്ബു ഇലാഹുമായ അള്ളാഹ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ആളുകൾ വെറുതെ ആക്കൂല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളിലേക്ക് നോക്കണ്ട. പാപങ്ങൾ നമ്മൾ പാപികളല്ല. നമ്മൾ അള്ളാഹിൻ്റെ റഹ്മാനിയത്തിലേക്കും അവൻ്റെ കാരുണ്യവും അവൻ്റെ ദയാവായ്പും അവൻ്റെ പാപമോചനവും എല്ലാം വളരെ വിശാലാണ്. നമ്മുടെ മുത്തുനബിയും വളരെ കാരുണ്യമുള്ളവനാണ്, കാരുണ്യവാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹിനോട് അപേക്ഷിക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും അള്ളാഹുവിൽ നല്ലത് പ്രതീക്ഷിക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹ് തരും. അള്ളാഹിൻ്റെ ഔലിയാക്കളെ ഖാദിമായിട്ട്, ഔലിയാക്കളുടെ അവന് ഇഷ്ടപ്പെട്ട ഒരു ഔലിയാക്കളുടെ സേവകനായിട്ട് എന്നെ അള്ളാഹ് തിരഞ്ഞെടുക്കും. ഇതൊക്കെ അള്ളാഹിനെ പറ്റി നല്ലത് ഭാവിച്ചൂടെ? അങ്ങനെ ദുആ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ സുന്നത്തുകൾ, നിസ്കാരങ്ങൾ അധികരിക്കാൻ പറ്റുന്നവർ അധികരിപ്പിക്കുക. എല്ലാവർക്കും എല്ലാം പറ്റിക്കോളന്നില്ല, അതുകൂടി മനസ്സിലാക്കുക. ചിലവർക്ക് നിസ്കാരത്തിനാവും കമ്പം, ചിലർ ഖുർആൻ ഓതുന്നതിനേക്കും. അങ്ങനത്തെ കൂടുതൽ ഖുർആൻ ഓതാൻ നോക്കുക, മറ്റൊന്നും ചെയ്യണം. അതുപോലെ ഒരിക്കലും നിസ്കാരം കലാക്കാൻ പാടില്ല കേട്ടോ. നിസ്കാരം കലാക്കി ഉള്ള അങ്ങനത്തെ ഉള്ള ആളുകളാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹിനോട് നല്ല ദുആ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി ഒരിക്കലും നിസ്കാരം കലാ ആക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. വലിയ പാപമാണ് മക്കളെ നിസ്കാരം കലാക്കൽ, വല്ലാത്ത നന്ദികേടുമാണ്. തൗബ ചെയ്ത് മടങ്ങി എന്ത് തന്നെ വന്നാലും എൻ്റെ ജീവൻ പോയാലും നിസ്കാരം കലാക്കൂല. നിസ്കാരം കലാവുന്ന ഉറപ്പുള്ള ഒരു വിനോദയാത്രക്ക് വേണ്ട, ഒരു ടൂറ് വേണ്ട, ഒരു കല്യാണം വേണ്ട, ഒരു വിരുന്ന് വേണ്ട, ഒന്നും വേണ്ട എനിക്ക്, മനസ്സിലാവും. പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഏത് ഹലാലായ ഏത് യാത്രയായാലും അതേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ വിനോദയാത്രകളായാലും അതുപോലെയുള്ള എന്ത് കാര്യം, കല്യാണങ്ങളായാലും എന്തായാലും ഇനി യാത്രയാണെങ്കിലും അവിടൊക്കെ അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളത് പണ്ഡിതന്മാരോട്, മുത്തഖീങ്ങളായ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു വളരെ സിമ്പിൾ. അതൊക്കെ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇസ്ലാം വളരെ സിമ്പിളാണ്, മനസ്സിലാവുണ്ട്. അപ്പൊ നിസ്കാരം ഒന്നാമത് ഫറലുകൾ ഖലാക്കാതെ കൃത്യമായി നിലനിർത്തി കൊണ്ടുപോവുക. അതുപോലെ തന്നെ പലിശ ഇടപാടുള്ളവർ ഇനി പലിശ ഇടപാട് ഉണ്ടാവൂല എന്ന് ദൃഢനിശ്ചയം ചെയ്യും, തൗബ ചെയ്ത് മടങ്ങുക. ഉള്ള ഇടപാട് തീർത്തോളി, അത് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും ചെയ്യുക. അതിനുള്ള ഇടപാട് തീർന്നിട്ടില്ലല്ലോ, ഇങ്ങനെ തൗബ സ്വീകരിക്കുക വേണ്ട, ഏതായാലും നിങ്ങൾ ചെയ്തു പോയി, ഇനി ഉടനെ തൗബ ചെയ്ത് മടങ്ങി ഇനി പലിശക്ക് വാങ്ങൂല, പലിശക്ക് കൊടുക്കൂല, പലിശയുമായി ബന്ധപ്പെടൂല ദൃഢനിശ്ചയം ചെയ്യും. മനസ്സിലാവും? അങ്ങനെ ദൃഢനിശ്ചയം ചെയ്തിട്ട് അപ്പം അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അപ്പം അള്ളാഹു നിങ്ങൾക്ക് ഈ പലിശ വീട്ടാനും കാര്യങ്ങൾക്കും അള്ളാഹു തആല സഹായം നൽകും. എന്നിട്ടും മടങ്ങിയിട്ട് നല്ല രീതിയിലാവുക. അതുപോലെ സക്കാത്ത്, കൃത്യമായിട്ട് സക്കാത്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് ഓരോരുത്തരും, അത് പലവർക്കുമുള്ള സക്കാത്തിൻ്റെ വിഷയത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ, അവർ പലപ്പോഴും ലാഭത്തിന് സക്കാത്ത് എന്ന് പറഞ്ഞ് നടക്കണം. പലവരുടെ അറിവില്ലായ്മ കൊണ്ട് അതൊക്കെ ശരിക്കും പഠിക്കണം. എന്തിനൊക്കെ സക്കാത്ത് നിർബന്ധമൊക്കെ, അത് സക്കാത്തിന് ലാഭം ഉണ്ടായാലും നഷ്ടമായാലും നിങ്ങളെ കച്ചവട സ്ഥലത്ത് നിങ്ങളൊരു കടയാണെങ്കിൽ ആ കടയിൽ അതിൻ്റെ അതിൻ്റെ മുതലുകൾ അത് മൊത്തം ഒരു വർഷം കഴിയുമ്പോൾ അതിന് നിസാബ് നോക്കിയിട്ട് അതിൻ്റെ 2.5% എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അതുപോലെ സ്വർണ്ണാഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്നൊന്നുമില്ല. അത് ആഭരണം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരാൾ സ്ഥിരമായിട്ട് ധരിക്കുന്ന ഒരു പെണ്ണ്, അവള് അല്ലെങ്കിൽ അവളുടെ മകള്, അവരൊക്കെ സ്ഥിരമായി ധരിക്കുന്ന, മാറിയിട്ടാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇട്ട് ധരിക്കണതോ അതിൽ കൂട്ടാം.
അങ്ങനെ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾക്കൊക്കെ എന്തുണ്ട്? അതിൻ്റെ 2.5% എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒന്നും കൊടുക്കാത്തൊരു വേഗം തൗബ ചെയ്ത് മടങ്ങാൻ കൊടുക്കാൻ നോക്കുക. അതൊക്കെ ക്ലിയർ ചെയ്യുക. അത് പൈസ പോയാലും വേണ്ടില്ല. നമ്മൾ പറയില്ല മാനം പോകരുത് എന്ന് പറഞ്ഞ പോലെ ആഖിറത്തിൽ വെറുതെ ആവാൻ പോകില്ല. മനസ്സിലായോ? ആ സ്വർണം ഉരുക്കിയിട്ട് നിങ്ങൾക്ക് ആഭരണമായിട്ട് തീയാക്കിയിട്ട് കൊടുന്ന് കഴുത്തിലിട്ട് തരും. അല്ല കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഹജ്ജിന് പോവാത്ത ആളുകൾ, ഹജ്ജിന് എല്ലാവിധമായ കാശുണ്ട്, സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്, കഴിവുണ്ട്, ഒക്കെ ഉണ്ട്, എന്നിട്ടും ഹജ്ജിന് പോകാത്ത ആൾക്കാർ, ജൂതന്മാരുടെ മരണം മരിക്കും. വളരെ ശ്രദ്ധിച്ചോ. സ്ത്രീകൾ സ്വർണ്ണം ഉണ്ടാവും കുറേ. സ്ത്രീകൾക്ക് സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് ഹജ്ജിന് പോകാൻ കാശുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ധരിക്കുന്ന, നേരത്തെ പറഞ്ഞമാര് ധരിക്കുന്ന സ്വർണ്ണമല്ല, ഇതേമാതിരി സക്കാത്ത് നിർബന്ധമായ സ്വർണ്ണം ഉണ്ടാവും. അത് വിറ്റിട്ട് നിങ്ങൾക്കപ്പം നിർബന്ധം, അത് പുരുഷനിക്കല്ല നിർബന്ധം. സ്ത്രീധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനക്കല്ല, ധനം നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആ സ്ത്രീ എന്ത് ചെയ്യണം? അത് വിറ്റും കൊണ്ട് ഹജ്ജിന് പോകണം. ഹജ്ജിന് നിർബന്ധമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അതിനൊക്കെ പറ്റിയ മാസമാണിത്. തൗബ ചെയ്ത് മടങ്ങിക്കോളി. എന്നാൽ മരിക്കുമ്പോൾ അല്ലമല മരിച്ചൂടെ? മരണശേഷം മറ്റുള്ളവർ വേണ്ട, നമ്മളെ അമല കൊണ്ട് നമുക്ക് അള്ളാഹ് ഫള് ചെയ്യുകയാണെങ്കിൽ അതന്നെ മതി നമ്മൾ രക്ഷപ്പെടാൻ. തൗബ ചെയ്ത് മടങ്ങുക. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? സൽക്കർമ്മങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദാഹരണമായിട്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ നമ്മളത് അത്ര അത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. എന്താണത് അറിയണ കാര്യങ്ങൾ? ഒന്ന്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മുസ്ലിം ഷരീഫ്, മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ഒരാൾ ഒരു ദിവസം 100 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ, സമുദ്രത്തിൻ്റെ നിറയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നു. മനസ്സിലാവുണ്ടോ? മാത്രമല്ല മീസാനിൽ നല്ല കനം തൂങ്ങുന്ന തസ്ബീഹുമാണ്. അത് രാവിലെ ചെല്ലാൻ പറഞ്ഞ് രാവിലെ 100 പ്രാവശ്യം ചെല്ലുക. അതല്ലെങ്കിൽ മഗ്രിബിന് മുന്നേ ആയിട്ട് 100 പ്രാവശ്യം ചെല്ലുക. രാവിലെ മഗ്രിബിനും രാവിലെ 50 പ്രാവശ്യവും മഗ്രിബിന് ശേഷം 50 പ്രാവശ്യവും ചെയ്താൽ വളരെ നന്ന്. അതിങ്ങനെ കണക്ക് ഇങ്ങനെ 50 പിടിക്കണ്ട, അതിൽ കൂടുതലല്ലേ കൂടി. ഇതൊക്കെ ഈ ദിനങ്ങളിലെങ്കിലും ചൊല്ലി. നമ്മൾ ഈ പെരുന്നാൾ വരെയുള്ള ദിനങ്ങളിൽ വൽ ഫജ്ർ രാത്രിയിൽ ഓത്. അതൊരു സുന്നത്ത് നോമ്പ് സാധിക്കുന്നവരൊക്കെ സുന്നത്ത് നോമ്പ് നോക്കുക. അതുപോലെ തന്നെ ദുൽഹിജ്ജയുടെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോക്കുന്നു നിയ്യത്ത് ചെയ്താൽ മതി. പിന്നെന്താണ് പറഞ്ഞത്? രാവിലെയും വൈകുന്നേരം 50 പ്രാവശ്യം രാവിലെയും 50 പ്രാവശ്യം വൈകുന്നേരം ഈ തസ്ബീഹ് ചൊല്ലിയാലും മതി. മനസ്സിലാവുണ്ടോ? നല്ല പ്രതിഫലമുള്ള ദിക്റാണത്, തസ്ബീഹാണത്. അല്ല തൗഫീഖ് നൽകട്ടെ. വളരെ എളുപ്പമാണ് ചെയ്ത് തീർക്കാനും. 5 മിനിറ്റ് മതി. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അള്ളാഹിന്റെ ഹൗല ഖുവ്വത്തോട്, അള്ളാഹിന്റെ പരിശുദ്ധിതയെ ഞാൻ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് വാഴ്ത്തുന്നതോടുകൂടെ അവരെ സ്തുതിക്കുകയും ചെയ്യും. ഞാൻ അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെയൊക്കെ അറിഞ്ഞു, എങ്ങനെയൊക്കെ മനസ്സിലാക്കി, അതിനേക്കാൾ അള്ളാഹ് ഏറ്റവും പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിച്ചവനാകുന്നു. സർവ്വന്യൂനതകളെ തൊട്ടും സർവ്വകുറവുകളെ തൊട്ടും സർവ്വ പോരായ്മകളെ തൊട്ടും അള്ളാഹു ഏറ്റവും പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിച്ചവനാകുന്നു എന്നൊക്കെയുള്ള ഒരു ആശയം മനസ്സിലുണ്ടായിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അതാണ്. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുകൂടി ചൊല്ലിയാൽ വളരെ നന്നായി. ഇസ്തിഗ്ഫാറുമായി അല്ലാണ്ട് പൊറുക്കലിനെ തേടുമായി. കേടല്ലേ? അള്ളാഹ്ക്ക് എന്തോരം ഇഷ്ടമാണെന്ന് പറയാം. പാപം പൊറുക്കുന്നു മാത്രമല്ല, മീസാനിൽ കനം തൂങ്ങും. മനസ്സിലാവും? മീസാനിൽ തിന്മയേക്കാൾ നന്മ കനം തൂങ്ങിയാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവനെ സ്വർഗത്തിൽ കയറ്റുകയും ചെയ്യും. അവനെ നരകത്തിലിടൂല. ആ പാപം അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ് ഹദീസുകളും മറ്റും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെന്താണ്? വേറെ ഒന്നുണ്ട്. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ, അത് വളരെയധികം പ്രധാനമുള്ള ദിക്റാണ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മനസ്സിലാവുന്നത്? ദുആയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഇസ്തിഗ്ഫാറുമാണ്. അള്ളാഹിനോട് പൊറുക്കലിനെ തേടുപോലുമാണ്. അസ്തഗ്ഫിറുല്ലാഹ് അലീം അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്തിഗ്ഫാറുമാണ്. മനസ്സിലായോ? അത് ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അത് 100 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ പ്രതിഫലം. നാളെ മാശറയിലൊക്കെ ഇസ്സത്ത്, ഈ ദുനിയാവിലും അവൻ പ്രകാശം. ഹദീസ് പറഞ്ഞത് നോക്കാം നമുക്ക്. عن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال ليس അത് വേറെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതന്നെ ليس من عبد يقول لا إله إلا الله 100 مرة إلا بعثه الله يوم القيامة
വജ്ഹുഹു കൽ ഖമരി ലൈലത്തൽ ബദ്രി വലം യുർഫഅ ലിഅഹദിൻ യൗമഇദിൻ അമലുൻ അഫ്ളലു മിൻ അമലിഹി ഇല്ലാ മൻ ഖാല മിത്ല ഖൗലിഹി ഔ സാദ. എന്താ പറഞ്ഞത്? അബൂദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് അദ്ദേഹം നിവേദനം ചെയ്യുന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ തൊട്ട് മറ്റൊരാൾ താബി നിവേദനം ചെയ്യും. എന്താണ്? ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ അബ്ദിൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു മിഅത മർറത്തിൻ ഇല്ലാ ബഅസഹു അല്ലാഹു യൗമൽ ഖിയാമ. അതായത് ഒരു അടിമയുമില്ല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് 100 പ്രാവശ്യം പറയുന്ന ഒരു അടിമയുമില്ല, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അവനെ അയച്ചുകൊണ്ടല്ലാതെ വജ്ഹുഹു കൽ ഖമരി ലൈലത്തുൽ ബദ്രി, അവന്റെ മുഖം 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതായി അള്ളാഹു ഖിയാമത്ത് നാളിൽ അവനെ അയച്ചുകൊണ്ടല്ലാതെ ഇല്ല. എന്താ മനസ്സിലായത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ദിവസവും 100 പ്രാവശ്യം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാ 100 പ്രാവശ്യം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യനെ അല്ലാഹു തആല നാളെ മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ അവന്റെ മുഖം 14-ാം രാവിലെ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ മുഖം പ്രകാശിക്കുന്നതായിട്ടാവും അല്ലാഹു തആല നാളെ പുനർജീവിപ്പിക്കുക. അവിടെ അവനെ അയക്കുക, ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് അവനെ ഖബറിൽ നിന്ന് അയക്കുക. ഇപ്പൊ നോക്കി, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 50 പ്രാവശ്യം പറഞ്ഞ 100ആയി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം ആ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലി എന്തൊരു പ്രതിഫലാണ്. അപ്പൊ നാളെ മഹ്ശറയിൽ പോലും അവന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കും എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിന്റെ ഖൽബ് പ്രകാശിപ്പിക്കുന്നു, മനസ്സിലായി. പക്ഷെ പതിവാക്കാൻ പറ്റണം. വളരെ സിമ്പിളാണ്. അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പതിവാക്കുക. സുബഹിക്ക് ശേഷം, ഇനി സുബഹിക്ക് ശേഷം പറ്റില്ല, ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ പതിവാക്കുക. അള്ളാഹു അല്ലാതെ എൻ്റെ പരിപാലകന്, എൻ്റെ കാര്യകർത്താവായിട്ട് ആരുമില്ല, അള്ളാഹു അല്ലാതെ ആരാധ്യനായിട്ടും ആരുമില്ല എന്നുള്ള എന്താ പറയുക, ആ മീനിങ് നമ്മൾ ഉള്ളിൽ കരുതിയിട്ട് അത് ചൊല്ലുക. അങ്ങനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നല്ല പ്രതിഫലമാണ് പറയുന്നത്. എന്നിട്ടോ വലം യുർഫഅ ലിഅഹദിൻ യൗമഇദിൻ അമലുൻ അഫ്ളലു മിൻ അമലിഹി, ആ ദിവസത്തിൽ ഇവന്റെ അമലിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും ആരതും ഉണ്ടാവില്ല. ആരതും ഇവന്റെ അമലിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും ആ ദിവസത്തിൽ വേറെ ആരും ചെയ്തവരായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചൊല്ലിയാൽ ഇല്ലാ മൻ ഖാല മിസ്ല ഖൗലിഹി, ഒരുത്തൻ പറഞ്ഞത് ഇത് ഒഴികെ, ഇതേപോലുള്ള വാക്ക് ഇത്ര പ്രാവശ്യം മറ്റൊരുത്തൻ പറഞ്ഞാലൊഴികെ, അതല്ലെങ്കിൽ ഔസാദ, അല്ലെങ്കിൽ ഇവന് ചൊല്ലിയതിനേക്കാൾ കൂടുതൽ ചൊല്ലിയാലും ഒഴികെ. വേറെ ആൾ 100-നെക്കാട്ടി കൂടുതൽ ചൊല്ലി, അപ്പൊ അവന് കൂടുതൽ പ്രതിഫലം കിട്ടും. അല്ലെങ്കിൽ വേറെ ആൾ ഇതേപോലെ തന്നെ ചൊല്ലി, പക്ഷെ ഇവനെക്കാട്ടും മരക്കരുത്തോട് ഈമാനോടുകൂടെ ചൊല്ലിയതെങ്കിൽ, ഇവൻ ഇഖ്ലാസോട് കൂടുതലായിട്ടാണ് ചൊല്ലിയതെങ്കിൽ അവനക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ചുരുങ്ങിയത് 100 പ്രാവശ്യമെങ്കിലും ചെയ്താൽ മിനിമം 133 എത്ര നിങ്ങൾക്ക് പറ്റുന്നത് എത്രയും ചെയ്യാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളോടായാലും വേണം പുരുഷന്മാരോടായാലും വേണം, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ ഇതൊക്കെ ചൊല്ലുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ ചെയ്യാനുള്ള ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ അവരുടെ ഭാര്യമാരോടും മക്കളോടും ഉള്ള ഉത്തരവാദിത്തങ്ങളും കടമകളുണ്ട്, ജോലി പോലുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഒഴിവാക്കിയിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത്. സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോടും മക്കളോടുള്ള കടമകളുണ്ട്, അത് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്വലാത്തും ഒരു ദിക്റും ഒരു തസ്ബീഹും അല്ലാഹു സ്വീകരിച്ചോളുന്നില്ല. കാരണം അതിനേക്കാളെല്ലാം ഈ പ്രതിഫലമുള്ള കാര്യമാണ് ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കൽ നിർബന്ധത്തിന് സുന്നത്തിനേക്കാൾ പ്രതിഫലമുണ്ട്. അപ്പൊ ആ നിർബന്ധം ഒഴിവാക്കിയിട്ട് സുന്നത്തെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നിർബന്ധം അതിന്റെ മട്ടത്തിൽ ചെയ്ത് ഇതിന് സമയം കണ്ടെത്തലാണ് ബുദ്ധി. മനസ്സിലാവുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ 100 പ്രാവശ്യം നമ്മൾ പതിവാക്കുക. പിന്നെ മറ്റൊന്നെന്താണ്? മറ്റൊരു കാര്യം, വേറൊരു ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇത് അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അൻ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം, ഖാൽ അദ്ദേഹം പറഞ്ഞു,
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദൻ അഹദൻ സ്വമദൻ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ് അശ്റ മർറാത്തിൻ കുതിബത് ലഹു 40,000 ഹസന. ആരെങ്കിലും, റസൂലുള്ളാഹി പറഞ്ഞെന്താണ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദൻ അഹദൻ സ്വമദൻ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള ദിക്ർ ഒരു ദിവസം 10 പ്രാവശ്യം ചൊല്ലിയാൽ അവന് എന്താണെന്ന് പറഞ്ഞത്, അവന് 40,000 നന്മകൾ എഴുതപ്പെടും, 40,000 ഹസനത്തുകൾ എഴുതപ്പെടും. ആരും ബേജാറായിട്ട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. ഇത് പ്രതിഫലം ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പാടുണ്ടോ? മുത്തുനബി പറഞ്ഞതാണ്, മനസ്സിലാവുണ്ട. ഈ പ്രതിഫലം അള്ളാഹു തആല ഒരു ഓഫർ തരുമ്പോൾ ആ ഓഫർ മുത്തുനബി പറഞ്ഞു തരുമ്പോൾ മുത്തുനബിയിൽ നിന്നും അള്ളാഹിൽ നിന്നും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടും. അള്ളാഹിൻ്റെ തൃപ്തിയാണ് കാര്യമായ ലക്ഷ്യം. ഈ അള്ളാഹും റസൂലും പറഞ്ഞ പ്രതിഫലവും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാ? ഇപ്പൊ നോമ്പിനും കാണാം, നിങ്ങൾ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ പ്രതിഫലത്തെ ആഗ്രഹിക്കണം അള്ളാഹിന്റെ തൃപ്തിയാണ്. അപ്പൊ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ തൃപ്തി എതിലുണ്ടാവേ, അള്ളാഹ് എന്തൊക്കെ നല്ലതായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഓഫർ പറഞ്ഞു, അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അള്ളാഹിന്റെ തൃപ്തി ഉണ്ടാവും. എനിക്ക് നിങ്ങളെ ആ പ്രതിഫലത്തിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനൊന്നും പറയില്ല. ആ അഹങ്കാരമാണ്, അത് അഹങ്കാരമാണ്. അതേ സ്ഥാനത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാൾ, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ അതൊരു ചെറിയ മോചനം തന്നാലും നമ്മൾ എന്ത് സ്ഥലവും സ്വീകരിക്കും. ഇപ്പം എൻ്റെ ഉസ്താദ് അല്ലെ എൻ്റെ ഷെയ്ഖ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് സന്തോഷത്തിൽ ഒരു മോതിരം അദ്ദേഹം ദാനം ചെയ്താൽ എനിക്ക് ഇത് വേണ്ട, നിങ്ങളെ മതി എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം കാട്ടുമോ? നമ്മൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവർ എന്ത് വന്നാലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇതെനിക്ക് വേണോ? തീർച്ചയായിട്ടും വേണമെന്നേ പറയുള്ളൂ, അല്ലേ? അതാണ് സ്നേഹത്തിന്റെ തേട്ടാണത്. അപ്പൊ അള്ളാനെ മാത്രം തേടിയത് ഇങ്ങനെ തന്നെ, അള്ളാനെ മാത്രം തേടിയവരൊക്കെ ഇതിനെ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട്. അള്ളാന്റെ ഗിഫ്റ്റ് ആഗ്രഹിക്കാത്തവരാരാ ഉണ്ടാവുക? നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഗിഫ്റ്റ് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവും? എന്ത് വിഡ്ഢിത്തരാണ് അതൊക്കെ. അങ്ങനെ ഒന്നല്ല, അത് ശരിക്കും മനസ്സിലാവായിട്ടാണത്. മറ്റേ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പോലത്തെ ആളുകൾ എന്താ പറയുക, നരകത്തിനെ നരകത്തെ പേടിക്കാത്ത ആൾക്കാരാണ് അവർ. പക്ഷെ അവരുടെ ദുആകൾ ശ്രദ്ധിച്ചു നോക്കി, എപ്പോഴും ഉണ്ടാവും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. നരകശിക്ഷയത്തോട് ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു, കാവലിനെ തേടുന്നു. മൊഹീദ്ദീൻ ശൈഖ് ഖുർആൻ പറയണ ബുദ്ധിമാനികൾ പറയണത്, ലാസ്റ്റ് പറയണത് ബുദ്ധിമാനികളെ പറ്റി സംബന്ധിച്ച് പറയുന്നത്, ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? അവരെന്ത് പറയുന്ന, ആ ബുദ്ധിമാനികൾ എന്ത് പറയുന്ന പറഞ്ഞത്? ഒക്കിനാദാബന സുബ്ഹാനക ഒക്കിനാദാബന്നാർ, നീ എത്ര പരിശുദ്ധൻ, നരകത്തെ തൊട്ട് ഞങ്ങൾ നിന്നെ അഭയം തേടുന്നു. ഇത് ബുദ്ധിമാനികൾ. ബുദ്ധിയില്ലാത്തവർ എന്ത് പറയും? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാവുണ്ട? അപ്പൊ അത് മഹാന്മാരായ ഔലിയാക്കള് പ്രതിഫലത്തെ ആഗ്രഹിക്കേണ്ട, നരകത്തെ പേടിക്കേണ്ട എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ, അള്ളാനെ പ്രതീക്ഷിക്കാതെ, അല്ലാഹു തആലാന്റെ പൊരുത്തം കാക്ഷിക്കാതെ തീയിനെ പേടിക്കുക, ആപ്പിൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ സുഖലോലുപത ആഗ്രഹിക്കുക, അതാണ് അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അല്ലാഹു തആലാനെ കാണൽ സ്വർഗത്തിലായതുകൊണ്ട് എനിക്ക് സ്വർഗം, അപ്പൊ അതേ ഒരു സ്വർഗത്തെ തേടി. അല്ലാഹു തആലാക്ക് തീരെ വെറുപ്പാണ് നരകം, അതുകൊണ്ട് നരകത്തിൽ തൊട്ട് അവർ അഭയം തേടി. മനസ്സിലാവും? എന്നാൽ അവർക്ക് തീരെ പേടില്ല എന്നുള്ളൊരു തെളിവാണ് ഇവിടെ പല മഹാന്മാരും ഔലിയാക്കളും അവരെ ശത്രുക്കൾ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോഴും അവരെന്തായില്ല, അവരതിനൊന്നും പേടിച്ചില്ല, അതിനെ സ്വീകരിച്ചു. എന്നാൽ അവർ ഈമാൻ കളയാൻ തയ്യാറായില്ല. ഷാഹിദും വ മശ്ഹൂദ് ഖുതില സുഹാബുൽ ഉഖ്ദൂദ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇതിന്റെ പ്രതിഫലം ആഗ്രഹിക്കാം, അങ്ങനെ കേട്ടോ. അപ്പൊ ഇതിന് 40,000 പ്രതിഫലം. അപ്പൊ 40,000 പ്രതിഫലം അല്ല തരൂന്ന് മുത്തുനബി പറയുമ്പോ മുത്തുനബിക്ക് എത്ര ഇഷ്ടമുണ്ട് അത് ചൊല്ലി നമ്മള്. അപ്പൊ എന്തുകൊണ്ട് മുത്തുനബിക്ക് അത്ര ഇഷ്ടമായി? അല്ലാഹു തആലാക്ക് എത്ര ഇഷ്ടമാണ് അത് ചൊല്ലണത്. അതുകൊണ്ടല്ലേ അള്ളാഹിന് പ്രതിഫലം നൽകണത്. അപ്പൊ അള്ളാഹിന്റെ തൃപ്തി ഏതിലാണ്? അത് ചെയ്യാതെ അള്ളാഹിന്റെ തൃപ്തി ഞാൻ ആഗ്രഹിക്കണുള്ളൂ, അള്ളാഹിനെ മാത്രമേ ആഗ്രഹിക്കണുള്ളൂ, അള്ളാഹിന്റെ തൃപ്തി ഞാൻ ആഗ്രഹിക്കണുള്ളൂ. പക്ഷെ അള്ളാഹ് തൃപ്തിപ്പെട്ടതൊന്നും ഞാൻ ചെയ്യൂല, അതൊന്നും ഞാൻ ചെയ്യൂല. ഇത് എന്ത് കഥ? അങ്ങനൊന്നല്ല. അള്ള തൃപ്തിപ്പെട്ടത് ചെയ്താലല്ല അള്ളാഹ് തൃപ്തിയിട്ട്. അള്ള തൃപ്തിപ്പെട്ട എന്താണ്? അല്ലാഹു തആലയുടെ ഗിഫ്റ്റ് സന്തോഷത്തോടെ സ്വീകരിക്കും. ആ പ്രതിഫലം പറഞ്ഞാൽ തന്നെ മനസ്സിലായിക്കോളി, അള്ളാഹ് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്, അതുകൊണ്ട് അത്ര പ്രതിഫലം നൽകണമെന്ന് മനസ്സിലാവുണ്ടാവും. പിന്നെ ഈ ദിനങ്ങളിൽ തസ്ബീഹിനെ വർദ്ധിപ്പിക്കുക, തസ്ബീഹ് വർദ്ധിപ്പിക്കുക, തക്ബീർ വർദ്ധിപ്പിക്കുക, കൂടുതലായി തഹ്ലീൽ, അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തഹ്ലീൽ വർദ്ധിപ്പിക്കുക. അത് നല്ല പ്രതിഫലമുള്ള കാര്യമാണ്. മനസ്സിലാവുന്നു? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം ഈ 4 കലിമകൾ. ഹദീസ് നോക്കാം. അൻ സമ്റത്ത് ബിൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു ഖാൽ
സമ്രത്ത് ഇബ്നു ജുംദുബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ തൊട്ട് നിവേദനം ഖാൽ അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരം കലാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഒരു അടിമ സംസാരിക്കണ സംസാരത്തിൽ ആ കലാമിൽ ആ സംസാരത്തിൽ ഏറ്റവും ഇഷ്ടം അള്ളാഹ്ക്ക് അതാണ് പറയുന്നത് എന്താ നോക്കാം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ 4 എണ്ണമാകുന്നു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ യളുറുക ബിഅയ്യിഹിന്ന ബദഅത ഇത് മുസ്ലിം ഷരീഫ് മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി നസായി റഹ്മത്തുള്ളാഹി അലൈഹി മഹാന്മാരെല്ലാം അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണിത് ഏറ്റവും ഇഷ്ടത് അല്ലാഹ് ഏതാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ 4 കലിമ ഒന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അങ്ങനെ അത്ര ഇഷ്ടമാണ് മനസ്സിലാവുന്നുണ്ടോ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറയാണ് നിങ്ങളുടെ രക്ഷക്കുള്ള ഏർപ്പാട് ചെയ്യുമെന്ന് പറഞ്ഞു റസൂൽ പറഞ്ഞു നിങ്ങളെ രക്ഷക്കുള്ള ഏർപ്പാട് ചെയ്യുന്നു അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂല് ഇത് വല്ല ശത്രുക്കൾ നമ്മൾ ആക്രമിക്കുന്നതിന് അതിനെതിരായിട്ട് അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏർപ്പാട് ചെയ്യാനാണോ അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ നരകാഗ്നിയിൽ നിന്നുമുള്ള നിങ്ങളുടെ രക്ഷക്കുള്ള ഏർപ്പാട് ചെയ്യും നരകത്തിന്റെ തീയിൽ നിന്ന് നിങ്ങൾ രക്ഷക്കുള്ള ഏർപ്പാട് ചെയ്യും അള്ളാഹുവിന്റെ റസൂൽ അപ്പോൾ സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂല് അതെന്താണ് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നരകാഗ്നിക്കുള്ള രക്ഷക്കുള്ള ഏർപ്പാടായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അത് അധികരിപ്പിക്കുകയും അത് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും നരകാഗ്നി രക്ഷക്കുള്ള ഏർപ്പാട് നമുക്ക് വേണ്ട നരകത്തിന് രക്ഷപ്പെടുന്നു പിന്നെ വേറൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ചെയ്താൽ നാളെ ആഖിറത്തിലേക്കുള്ള നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് അവിടെയുള്ള പ്രയാസത്തിൽ നിന്ന് രക്ഷയ്ക്ക് അതിനുള്ള മോചനത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണെന്നറിയോ നമുക്ക് ഈ ലോകത്തും അല്ലാഹു തആല ഇതിൽ നിന്നൊക്കെ രക്ഷ നൽകും ഇവിടെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകും എല്ലാം രക്ഷ നൽകും ഇപ്പം എന്തൊക്കെ പറഞ്ഞു ഒന്ന് ലാ ഇലാഹ ദിക്റിന്റെ മഹത്വം ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലേ ഇസ്തിഗ്ഫാറിനെ ലാ ഇലാഹ സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വാഹിദൻ അഹദൻ സ്വമദൻ ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള ദിക്റിനെ തസ്ബീഹിനെ സംബന്ധിച്ച് പറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു പറയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു അതിന് മുൻ ഇസ്തിഗ്ഫാർ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കൂടിയുള്ള ഒരു സംഭവമുണ്ട് ആ ദിക്ർ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇസ്തിഗ്ഫാറാണ് ഇസ്തിഗ്ഫാറുണ്ട് അതിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട് അത് ഒരാൾ രാവിലെ 10 പ്രാവശ്യം വൈകുന്നേരം 10 പ്രാവശ്യവും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വിഷമങ്ങൾ മനുഷ്യരല്ലേ നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാവും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും അല്ലെ ദുനിയാവിലായാലും ആഖിറത്തിൻ്റെതായാലും ആ വിഷമങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു തആല രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാഹ് അങ്ങനെ സാധനം മഹാന്മാർ ആ ദിക്റിനെ സംബന്ധിച്ച് ആ തസ്ബീഹിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞെന്താണ് ആ ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച് പറഞ്ഞത് അള്ളാഹിനോട് പൊറുക്കൽ തേടുന്നൊരു രീതിയാണത് അതിൽ മഅരിഫത്ത് വരെ അടങ്ങിയിട്ടുണ്ട് മഅരിഫത്തും ഹഖായിക്കും എല്ലാം അടങ്ങിയ സംഭവമാണ് തൻസീഹ് തശ്ബീഹ് തൻസീഹ് മഅ തശ്ബീഹ് പല ഉന്നതമായിട്ടുള്ള മആരിഫിന്റെ നുകാത്തുകൾ അടങ്ങിയ ദിക്റാണത് മനസ്സിലാവുന്ന ആ മഹാന്മാർ പറഞ്ഞത് എന്താണത് ആ ദിക്ർ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള വിഷമം മാത്രമല്ല ആഖിറത്തിൽ വിഷമങ്ങളിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടും കടബാധ്യതർ വിഷമങ്ങളുള്ളവർ രോഗങ്ങളുള്ളവർ ആഗ്രഹങ്ങളുള്ളവർ പ്രയാസങ്ങളുള്ളവർ എല്ലാവരും അത് ചെയ്യുകയാണെങ്കിൽ അത് ഇതൊക്കെ പതിവാക്കണ്ട കേട്ടാ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിനങ്ങളിലെങ്കിലും ഇത് ചെല്ലാൻ നോക്കുന്നത് ഞാൻ പറയണേ എങ്കിൽ അതിൻ്റെ ബർക്കത്തുള്ള അല്ലാഹു പതിവാക്കൽ ആക്കി തരുമല്ല എളുപ്പമാക്കി തരും മാത്രമല്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ചൊല്ലിയതിനു ശേഷം നിങ്ങൾ അള്ളാഹിനോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യണം
ഏത് അള്ളാഹുവേ എനിക്ക് നല്ലവണ്ണം ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ, എൻ്റെ പാപം പൂർത്തിയാണമേ, പാപങ്ങളെ തൊട്ട് ഇന്ന പാപത്തിൽ ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുന്നു റബ്ബേ, രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് റബ്ബേ, നീ എന്നെ രക്ഷപ്പെടുത്തണേ, എൻ്റെ തൗബ കബൂലാക്കണേ, നീ തൃപ്തിപ്പെടുന്ന ജീവിക്കാൻ തൗഫീക്ക് നൽകണേ, നിൻ്റെ ഔലിയാക്കളുടെ വഴി പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ തൗഫീക്ക് നൽകണേ എന്നൊക്കെ ദ്വാർക്കും വേണം. അതൊക്കെ അങ്ങനെ അള്ളാഹുവിനായിട്ട് മുഴുകി ഒഴിവിട്ടുമ്പോഴൊക്കെ ഇത് ചെയ്തോ. ഇത് നടന്നുകൊണ്ട് ചെല്ലിയാലും വേണ്ടില്ല, ജോലി സ്ഥലത്തുനിന്ന് ചെല്ലിയാലും വേണ്ടില്ല, ഇതൊക്കെ ഒന്ന് ചൊല്ല്. ജോലി അങ്ങനെ കുറേ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ അതിൻ്റെ ഇടയിൽ ഇത് ചൊല്ലിക്കൊണ്ടിരുന്നു, നല്ലതാണ്. ഏതാണ് ഇപ്പം ഈ പറഞ്ഞ ദിക്റെന്ന് അറിയോ? ഇത് എന്താ പറയുക, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആകാശഭൂമികളെ ഖജനാവിൻ്റെ താക്കോൽ എന്താണ്? ലഹു മഖാലീദു സമാവാതി വൽ അർള്, അള്ളാഹ്ക്ക് അവൻ്റെ ആകാശഭൂമികൾക്കുള്ള ഖജനാവ് അവൻ്റെ അടുക്കലാണ്. ഖജനാവിൻ്റെ താക്കോൽ, മഖാലീദ് എന്നാണ് താക്കോൽ, മഖാലീദു സമാവാതി വൽ അർള്, ഖജനാവിൻ്റെ താക്കോൽ, ആകാശഭൂമിയുള്ള താക്കോൽ അത് അവൻ്റെ കയ്യിലാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആകാശഭൂമികളുടെ ആ താക്കോൽ ഏതാ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇത് ചൊല്ലലാണ്. ഏതാണ്, ഏത് ദിക്റാണ് ആകാശഭൂമിയുടെ താക്കോൽ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ആകാശഭൂമികളുടെ താക്കോലാണ്. ഇത് ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്ത ഐശ്വര്യമായിരിക്കും. ദുനിയാവിൽ ഐശ്വര്യമാണ്, ആഖിറത്തിൽ ഐശ്വര്യമാണ്. നമ്മുടെ ദുനിയാവിൽ ഹസനത്ത് വേണം, ആഖിറത്തിൽ ഹസനത്ത്. എടോ, ദുനിയാവിൽ ഹസനത്ത് ഉണ്ടാകുമ്പോൾ ആഖിറത്തിൽ ഹസനത്ത് വാങ്ങിക്കൂട്ടാനും ഒരു എളുപ്പം വരുള്ളൂ. ദുനിയാവിൽ പ്രയാസങ്ങളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പ്രയാസം വരും, ഇബാദത്ത് ചെയ്യാൻ പ്രയാസം വരും, എല്ലാം വരും. ഇവിടെയും വേണം ഐശ്വര്യം, അവിടെ മാത്രം ഉണ്ടായ പോരാ, മനസ്സിലാവുണ്ടാ? പക്ഷെ ഇവിടെ അവിടെ അള്ളാനെ ഇതുകൊണ്ട് നമ്മൾ രക്ഷാക്കാൻ പാടുള്ളൂ. ഇതുകൊണ്ടൊക്കെ എന്തിനാണ് ഇതൊക്കെ? ഇതുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ. സോഫയിലിരുന്ന് ദിക്ർ ചെയ്തോളിയും, നല്ല നല്ല മാർദ്ദവമുള്ള ഇരിപ്പിടങ്ങളിലിരുന്ന് ദിക്ർ ചെയ്തോളിയും. പക്ഷെ അതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിലേക്ക് എടുക്കാനാണെങ്കിൽ അള്ളാഹിൻ്റെ അടുക്ക് ഔന്നിത്യമുള്ളവരാണ് അവർ, അള്ളാഹിൻ്റെ അടുക്കൽ ഔന്നിത്യമുള്ളവരാണ്. മനസ്സിലാവുന്ന അതാണത്. മഖാലീദു സമാവാതി വൽ അർള്, അത് മഹാന്മാർ പറയാണ്, അത് രാവിലെ 10 പ്രാവശ്യവും വൈകുന്നേരം 10 പ്രാവശ്യം, ഒന്നിലെ മഗ്‌രിബിന് മുന്നേ അല്ലെ മഗ്‌രിബിന് ശേഷം 10 പ്രാവശ്യം ചെല്ലുകയാണെങ്കിൽ അവരുടെ ക്ലേശങ്ങളും വിഷമങ്ങളും തീരും. കടങ്ങളുള്ളവരാണ്, കടങ്ങൾ അല്ലാഹു തആല വീട്ടി കൊടുക്കും. അതായത് അതിനുള്ള മാർഗ്ഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. കാരണം ഇത് ഖജനാവിൻ്റെ താക്കോല. പക്ഷെ ഇത് പതിവാക്കാനൊരു തൗഫീഖ് വേണം. ഇത് അള്ളാഹിനോട് തേടുക. ഇത് ഈ കുറഞ്ഞ ദിനങ്ങളെങ്കിലും ഇതൊക്കെ ഒന്ന് പതിവാക്കി നോക്ക്. എത്ര വലിയ പുണ്യമായിരിക്കും. വെറുതെ ഇരിക്കുന്ന നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് ചൊല്ലിക്കൂടെ? പരിശുദ്ധ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യുക. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തവർ പഠിക്കണം. അതെത്ര വയസ്സായാലും. ഇന്നൊക്കെ ഓൺലൈനിലൊക്കെ തജ്വീദ് പഠിക്കാനും ഖുർആൻ പഠിക്കാനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ചേരണം എന്നൊക്കെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സമയങ്ങളൊക്കെ നമ്മൾ ഇൽമ് പഠിക്കാൻ ഉപയോഗിക്കണം. ഇൽമിൻ്റെ സദസ്സിന് വല്ലാത്ത പ്രാധാന്യമാണുള്ളത്. ഇൽമിൻ്റെ സദസ്സ് ഈ രാവിലും പകലുകളിലും രാവുകളിലും ഇൽമിൻ്റെ സദസ്സിൻ്റെ ഓടിപ്പോണം. നല്ലത് പറയുന്ന സദസ്സ്, ഗീബത്ത് നമീമത്ത് പറഞ്ഞ സദസ്സല്ല. അവരുടെ കുറ്റം പറഞ്ഞ് ഇവരുടെ കുറ്റം പറഞ്ഞ് അവരെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഇവരെ സംബന്ധിച്ച് അതൊന്നല്ല. അറിവ് കരസ്ഥാക്കാല സദസ്സുകളുണ്ടെങ്കിൽ പോകണം. അത് പ്രത്യേകിച്ച് മശായിഖന്മാരെ, ആരിഫ്യങ്ങളെ, ഹക്കായ ആരിഫ്യങ്ങളെ സദസ്സുകൾ, മനസ്സിലായോ? ശരിയായിട്ടുള്ള മഹാന്മാരുടെ സദസ്സുകൾ, അല്ലാത്തടത്തും പോകരുത്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഈ പുരികം ത്രെഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും അതുപോലെയുള്ള കുറച്ച് ഫിഖിൻ്റെ കുറച്ച് മസാലകൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തു, ഇവരുടെ കാര്യം, അത് ഞാനൊരു ആശയം പറയാം, ഇവരുടെ കാര്യം വളരെയധികം കഷ്ടം തന്നെയാണ്. കാരണം ഇപ്പോഴും ഇവർ ഈ ബാഹ്യമായിട്ടുള്ള ശുദ്ധീകരണത്തിലാണ്, അതിലാണ് ചർച്ച. ഇവരുടെ ഹൃദയം ആക്കണ കാര്യത്തിൽ ഇവർക്ക് ചർച്ചയില്ല. കാഷ്ടം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് നമുക്ക് പറയണം അവരോട്. കാഷ്ടം ആണ് നിങ്ങളുടെ അവസ്ഥ. ഹൃദയം എങ്ങനെ ശുദ്ധിയാവാനാണ്? അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞത് അനുസരിക്കലാണ് ഏറ്റവും വലിയ ശുദ്ധീകരണം. ആ അനുസരണം ശരിയാവാനാണ് ഹൃദയ ശുദ്ധീകരണത്തിന് ആവശ്യം വരുന്നത്. ഹൃദയ ശുദ്ധീകരണം എന്തിനാണ് ആവശ്യം?
അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞത് അനുസരിക്കൽ എളുപ്പമായി മാറണം. നമ്മൾ കുറെ ശുദ്ധീകരിച്ചോണ്ടൊന്നും എന്താവൂല, അള്ള സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? അള്ള സ്വീകരിക്കണമെങ്കിലേ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ അനുസരിച്ചിട്ട് തന്നെ ശുദ്ധീകരിക്കണം. അപ്പൊ ആ ഹൃദയ ശുദ്ധീകരണം വരുമ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ആവൂലത്. ഹൃദയ ശുദ്ധീകരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാവുണ്ടോ? അള്ള വിരോധിച്ച ആളുകളെയും അള്ള വെറുത്ത ആളുകളെയും എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും കരുണ പ്രവർത്തിക്കുക. ഇങ്ങോട്ട് തല വെട്ടാൻ വരുമ്പോൾ തല കാണിച്ചു കൊടുക്കുക, വെട്ടിക്കൊണ്ടേക്കോളും, ഞങ്ങൾ ക്ഷമിച്ചോളാം. പിന്നെ കുടുംബത്തിനെ വന്ന് ആൾക്കാരെ ആക്രമിക്കുമ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആക്രമിക്കുമ്പോഴും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അള്ളാൻ്റെ അടുക്കൽ. അവർക്ക് ഇഷ്ടമുള്ളത് അവരിലും പടച്ചോൻ്റെ തജല്യല്ലേ, കൊന്നു പോയിക്കോട്ടെ ഉമ്മാനെയും ബാപ്പാനെയും. ഇതൊക്കെ വലിയ ശുദ്ധീകരണ. ശരിക്കും പോലെ മനസ്സിലായിക്കോളി. അള്ളാഹുവിൻ്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ ഹദീസ് നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് അവരൊന്നും കൈമാറി 100 കൊണ്ട് വന്ന ഹക്കായ മശായിഖന്മാർ നമ്മുടെ അടുക്കലുണ്ട്. മനസ്സിലാവുണ്ട? അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറമുള്ളൊരു ശുദ്ധീകരണം ഇവിടെ ആവശ്യമില്ല. ശരിയത്ത് അത് വളരെ നിർബന്ധമാണ്. നമുക്ക് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ത്വരീഖത്തും ഹഖീഖത്തും ഒക്കെ മുന്നേറേണ്ടത്. ശരിയത്ത് പാലിച്ചുകൊണ്ടായിരിക്കണം ത്വരീഖത്തിലേക്ക് കയറേണ്ടത്. ശരിയത്തും ത്വരീഖത്തും പാലിച്ചുകൊണ്ടായിരിക്കണം ഹഖീഖത്തിലൂടെ അവൻ സഞ്ചരിക്കേണ്ടത്. ശരിയത്തും ത്വരീഖത്തും ഹഖീഖത്തും മൂന്നിനെ ഉൾക്കൊണ്ടിട്ടായിരിക്കണം അവൻ മഅരിഫത്തിൽ എന്താ ചെയ്യേണ്ടത്, മുഴുകേണ്ടത്. മനസ്സിലാവുണ്ടോ? അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഒന്ന് അപ്പുറത്ത് മാറും. ഇത് കൊട്ടിടതുണ്ടല്ലോ, അത് കള്ള തരീഖത്താണ്. അവർ പിഴച്ചവരാണ്, മറ്റുള്ളവർ പിഴപ്പിക്കുന്നവരാണ്, വാലും മുതലുമാണ് അവർ. അതൊക്കെ അത് രക്ഷിക്കട്ടെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെ കാണാൻ സാധിക്കും. അതല്ല ശരി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, യൂട്യൂബിൽ കമൻറ്റ് ചെയ്യണവർക്ക് പറയാനുള്ളത്, ഔചിത്യത്തോടു കൂടി വിമർശിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ കുടിച്ച് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരോട് കേടെടുത്തുകൊണ്ടാണ് നിങ്ങൾ റിമൂവ് ചെയ്യുന്നത്. വ്യക്തിപരമായിട്ടല്ല, നിങ്ങളോട്, നിങ്ങളുടെ പ്രവർത്തനത്തിനോടാണ് നമുക്ക് വെറുപ്പുള്ളൂ. നിങ്ങളോട് നമുക്ക് സ്നേഹമുള്ളൂ, ആരോട് നമുക്ക് വെറുപ്പൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? അതായത് ഔചിത്യം വേണം. വിമർശനത്തിന് എന്ത് വേണം? ഒരു മാന്യത വേണം. അങ്ങനെ വിമർശിക്കാം. തെറ്റ് കണ്ടാൽ നമ്മൾക്ക് തിരുത്തും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. അതിന് തെറ്റായി തോന്നണം. ഇത് വിവരമില്ല, സ്വന്തം വിവരമില്ലാതെ ആരെങ്കിലും പറയുമ്പോഴത്തിന് ചാടി മണ്ടി അണ്ട് വിമർശിക്കുക, അങ്ങനെ ആയിപ്പോയി, നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയാം. അതൊന്നും നമ്മൾക്ക് അതിന് വിവരം ഉണ്ടാവണം. എന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ വിമർശിക്കാൻ പാടില്ല. ആ വിമർശിക്കൽ തെറ്റാണ്. കാരണം നിങ്ങൾ അതിനായിട്ടില്ല എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മിണ്ടായിരിക്കണം. നല്ലത് അറിയാം, നല്ല രീതിയിൽ ചോദിക്കാം. അറിയാൻ വേണ്ടി എത്ര ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്ക് മറുപടിയും കൊടുക്കാറുണ്ട്. അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ ആവാൻ പാടില്ല. അല്ലാതെ എല്ലാവരും തിരുത്തി തരട്ടെ. മനസ്സിലാവണം. ആദ്യം നമ്മളെ അറിവ് പൂർണ്ണമല്ല എന്ന് ഞാനും മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പൂർണ്ണതയിലേക്ക് വരണം. പൂർണ്ണതയെ പിൻപറ്റണം. ചിലർക്ക് പറയാനുണ്ട്, അപ്പം നിങ്ങൾക്ക് പൂർണ്ണതയിൽ ആയിട്ടില്ല. അപ്പം നമ്മൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് നിങ്ങളതല്ല ശരിയെന്ന് പറയല്ലേ, നിങ്ങൾ കുറെ കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. കമൻറ്റ് ചെയ്യും. പറയാനുള്ളത് അല്ല, ഞാൻ പൂർണ്ണരെ പിൻപറ്റുന്നവരാണ്. എനിക്കൊരു ഷെയ്ഖുണ്ട് പൂർണ്ണനായി, അവർ തിരുത്തി തരും. എനിക്ക് എൻ്റെ അപൂർണതകൾ തിരുത്തി തരാൻ അവരുണ്ട്. അവരിൽ നിന്നും പൂർണ്ണത നമ്മൾ ഇൻഷാ അല്ലാഹ് അള്ളാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈവരിച്ചോളാം. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരാളുടെ തെർബിയത്തിലാണ്, അതായത് ഒരു മഹാനായ വലിയൻ്റെ, ഒരു ആരിഫിൻ്റെ തെർബിയത്തിലായിട്ട് നീങ്ങുന്നവരാണ് ഞങ്ങൾ കേട്ടോ. മനസ്സിലായി? മാത്രമല്ല നമ്മൾ അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ആ അറിവുകൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ത്വരീഖത്തിലേക്ക് നിങ്ങളെ ബൈഅത്ത് ചെയ്ത് നിങ്ങൾ പ്രവേശിപ്പിക്കാനുള്ള ഖിലാഫത്ത് ഇജാസത്തും വരെ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് മശായിഖന്മാരുടെ ആ സ്വതക്കയിലായിട്ട് ഈ ഫക്കീറിന് അല്ലാഹു തആല നൽകിച്ചു. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവർക്കും. അല്ലാഹു തആല ഈ ദുൽഹിജ്ജ മാസത്തിൽ അവ പുണ്യം കരസ്ഥാന തൗഫീഖ് നൽകട്ടെ എല്ലാവരെയും. നമ്മളേവരെയും അള്ളാഹു വഴികേടുകളിലാണെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഈ സത്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സത്യത്തിൽ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അല്ലാഹു തആല കൂടുതൽ അവൻ്റെ ഖുർബിലേക്ക് അല്ലാഹു തആല, അവൻ്റെ വസൂലിലേക്ക് അല്ലാഹു തആല നമ്മൾ അടുപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മശായിഖന്മാരുടെ ഉസ്താദുമാരുടെ ദറജാത്തുകൾ അല്ലാഹു തആല നാളെ ഉയർത്തുമാറാകട്ടെ. അവൻ തൃപ്തിപ്പെട്ടതിനുള്ള ആരോഗ്യത്തുള്ള ദീർഘായുസ്സും ബറക്കത്തും നൽകി നമ്മളേവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിജായി സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.